ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT എ പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ നീക്കം. പത്മകുമാറിനും N വാസവനും വേണ്ടി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമലയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിതല അവലോകന യോഗം ഇന്ന്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സംസ്ഥാനത്താകെ ലഭിച്ചത് 1,64,000-ലേറെ പത്രികകൾ. 1,00,000-ലേറെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക്. വിവിധ വാർഡുകളിൽ വിമതശല്യത്തിന് പരിഹാരം തേടി മുന്നണികൾ. ₹12 കോടിയുടെ ബമ്പർ ഭാഗ്യശാലി ആര്? കേരള ഭാഗ്യക്കുറി പൂജാ ബമ്പർ നറുക്കെടുപ്പിന്ന്. നറുക്കെടുപ്പ് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ ഉച്ചയ്ക്ക് 2-ന്. കർണാടകയിൽ ഹൈക്കമാൻഡിന്റെ കർശന ഇടപെടൽ. നേതൃമാറ്റത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന നിർദ്ദേശം. അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ബംഗളൂരുവിൽ. മഹാരാഷ്ട്രയിൽ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും. സഖ്യത്തിലേക്ക് കോൺഗ്രസിനെയും കൊണ്ടുവരാൻ ശ്രമം. G20 ഉച്ചകോടിക്ക് ജോഹന്നാസ്ബർഗിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി മോദി. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ആന്റണി അൽബനീസ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാക്കിയ കരട് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. യുക്രൈന്റെ തന്ത്രപ്രധാന ഡോൺബാസ് മേഖല റഷ്യ വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെ 28-ന് പദ്ധതിയിൽ നിർദ്ദേശം. സുരക്ഷാ ഗ്യാരണ്ടികൾ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ രാത്രിയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. 2 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങുന്നു. മത്സരം ഗുവാഹത്തിയിൽ. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഉണ്ടാകില്ല. ടീമിനെ ഋഷഭ് പന്ത് നയിക്കും. ഗില്ലിന് പകരക്കാരനായി സായ് സുദർശനോ ദേവദത്ത് പടിക്കലോ ടീമിലെത്തും.